പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് യുഎൻഎസിന്റെ +2 ഹോം സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 15ാമത്തെ ചാപ്റ്ററാണ് എൻവയോൺമെന്റ് മാനേജ്മെന്റ്, പരിസ്ഥിതി നിർവഹണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസിൻ്റെ അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഭാഗത്ത് കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് 1 മാർക്കിൻ്റെ. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഇന്ന് നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളൊരു പ്രാക്ടീസും കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഡു വി മീൻ ബൈ എൻവയോൺമെന്റ്? ഈ പരിസ്ഥിതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്ത എല്ലാത്തിനും പാട് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിൽ സസ്യങ്ങൾ വരാം, മനുഷ്യർ വരാം, മൃഗങ്ങൾ വരാം, വെള്ളം, വായു, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്, പരിസ്ഥിതിയിൽ പെടുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്? പരിസ്ഥിതി അപജയം എന്നാൽ എന്ത്? പരിസ്ഥിതി അപജയം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന അനുയോജ്യമല്ലാത്ത മാറ്റമാണ് എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും എന്താണ് അനുയോജ്യമല്ലാത്ത രീതി, നെഗറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ചുറ്റും സംഭവിക്കുകയാണെങ്കിൽ അതിനാണ് പരിസ്ഥിതി അപജയം എന്ന് പറയുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ പരിസ്ഥിതിയെ മലിനമാക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് പരിസ്ഥിതി അപജയം എന്ന് പറയുന്നത്. അത് വായുവിലൊക്കെ ഉണ്ടാകുന്ന, മണ്ണിലും ജലത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പ്ലെയിൻ ദി വേരിയസ് കോസസ് ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആണ്. പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്ന ഘടകം. എന്തുകൊണ്ടാണ് പരിസ്ഥിതിക്ക് ഇങ്ങനെ അപജയം സംഭവിക്കുന്നത്? അനിയന്ത്രിതമായിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ജനസംഖ്യാ വർധനമാണ്, സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന പുരോഗതി, അപര്യാപ്തമായ കാർഷിക രീതി, മനുഷ്യന്റെ കൃത്യമല്ലാത്ത ശീലങ്ങൾ, പ്രകൃതിദത്ത കാരണങ്ങൾ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതിൽ അനിയന്ത്രിതമായ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വളർച്ച നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ നാശക്കാരാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇന്ധനം എന്നിവയുടെ ആവശ്യം വർദ്ധിച്ചു. വ്യവസായവൽക്കരണം, വനനശീകരണം എന്നിവയ്ക്ക് അവ കാരണമായി. പരിസ്ഥിതിയുടെ അധപതനത്തിലേക്കാണ് അത് നയിക്കുന്നത്. രണ്ട് പറയുന്നത് സാങ്കേതിക മേഖല ഉണ്ടായിരുന്ന പുരോഗതിയാണ്. വ്യവസായ ഖനി മേഖലകളിലും ഗതാഗത സൗകര്യങ്ങളിലുമാണ് അണായുധങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായ വമ്പിച്ച പുരോഗതി പരിസ്ഥിതി നശിപ്പിക്കുന്നുണ്ട്. യുദ്ധാവശ്യങ്ങൾക്കാണ് അണായുധങ്ങളും ബോംബുകളും ഉപയോഗിക്കുന്നത്. ഭൂമി, ജലം, വായു എന്നിവ എല്ലാ ജീവജാലങ്ങളും കൊല്ലുന്നു. വ്യവസായ ഖനി മേഖലകളിലെ ഹാനികരമായ വാതകങ്ങളുടെ ഈ രാസവസ്തുക്കളുടെ ഉപയോഗം മണ്ണിനെയും അന്തരീക്ഷത്തെയും മലിനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്നു. ഗതാഗത രംഗത്തെ എണ്ണ, കപ്പൽ, വിമാനം എന്നിവ അന്തരീക്ഷത്തെ ജലത്തെയും മലിനമാക്കും. പിന്നെ പറയുന്നത് അപര്യാപ്തമായ കാർഷിക രീതികളാണ്. കാർഷിക രംഗത്തുണ്ടായ പുരോഗതി രാസവളങ്ങളുടെയും അതേപോലെ തന്നെ മറ്റ് പദാർത്ഥങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഇത് മണ്ണിനെ ദോഷപരമായി ബാധിക്കുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും മണ്ണിന്റെ ഫലഭൂഷ്ടി നശിപ്പിക്കുകയും ചെയ്തു. പിന്നെ മനുഷ്യന്റെ കൃത്യമല്ലാത്ത ശീലങ്ങളാണ്. ശുചിത്വമല്ലാതെ മനുഷ്യശീലങ്ങൾ, അതായത് പൊതുസ്ഥലങ്ങളിൽ തുപ്പുക, മലമൂത്ര വിസർജനങ്ങൾ നടത്തുക, ജലസ്രോതസ്സുകൾക്ക് സമീപത്തായി കുളിക്കുക എന്നിവയാണ് മണ്ണും ജലവും മലിനമാകുന്ന കാരണങ്ങൾ. ഇവരെന്ന് പറയുന്ന പ്രകൃതിദത്ത കാരണങ്ങളാണ്. ചില സന്ദർഭം പ്രകൃതി തന്നെ പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്നുണ്ട്. ഭൂകമ്പം, മണ്ണൊലിപ്പ്, കൊടുങ്കാറ്റ് എന്നിവ ദോഷകരമായ പൊടി, ചൂട്, പുകപ്പുവാതകങ്ങൾ എന്നിവയുടെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം, ഡിസ്കസ് ഡിഫറെന്റ് ഫോം ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ഹൗ ദേ അഫക്റ്റ് അസ് ആണ്. വിവിധ തരത്തിലുള്ള പരിസ്ഥിതി അപജയങ്ങൾ ഏതെല്ലാം, അവ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു? മണ്ണ് മലിനീകരണമുണ്ട്, വനനശീകരണമുണ്ട്,
വായു മലിനീകരണമുണ്ട്, ജലമലിനീകരണമുണ്ട്, ചേരികളുടെ അവസ്ഥകളുണ്ട്. അതിൽ മണ്ണ് മലിനീകരണം എന്ന് പറയുന്നത് രാസവളങ്ങൾ, കീടങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ ഇതൊക്കെ മണ്ണിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് മണ്ണിൻ്റെ ഫലഭൂഷ്ടി നശിപ്പിക്കുകയാണ് കെമിക്കലൊക്കെ മണ്ണിൽ ഉപയോഗിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അതേപോലെ തന്നെ കീടനാശിനികളൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്, പച്ചക്കറികളിലും ഇതിലൊക്കെ അടിക്കുന്നത് കൊണ്ട് അതൊക്കെ മനുഷ്യൻ ഭക്ഷിക്കുമ്പോൾ വിഷവസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്. അത് നിരന്തരപരമായ മനുഷ്യൻ്റെ വൃക്ക സംബന്ധമായ, കരൾ സംബന്ധമായ, ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ കാരണമുണ്ട്. വനനശീകരണം, വനങ്ങളൊക്കെ വെട്ടി നിരത്തിയിട്ട് അവിടെയൊക്കെ എന്താ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ എന്ത് ചെയ്യുക വരുന്നുണ്ട്. അപ്പോൾ വനങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം തടി, ഔഷധം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതൊക്കെ വനങ്ങളാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ സ്വാധീനിക്കുന്ന വനങ്ങൾ നശിപ്പിച്ചാൽ മണ്ണൊലിപ്പിനും വെള്ളപ്പൊക്കത്തിനും ഭൂമി വിണ്ടുകീറുന്നതിനൊക്കെ കാരണമാണ്. ഇതേപോലെ അന്തരീക്ഷ മലിനീകരണം, അമ്ലമഴ, ഓസോൺ പാളിയുടെ വില, നമ്മൾ ഈ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളൊക്കെ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നൊക്കെ വന്ന് അത് അന്തരീക്ഷത്തിലൂടെ പോയി ഓസോണിൽ വിള്ളൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വരുന്നു. സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ ശരീരത്തിൽ പതിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് അമ്ലമഴ വരുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്ന് പുക ഇതൊക്കെ വന്നിട്ട് എന്താണ് അന്തരീക്ഷത്തിലേക്ക് പോയി മേഘങ്ങളിലുള്ള ജലാംശത്തെ ആസിഡാക്കി പെയ്യുന്ന മഴയാണ് അമ്ലമഴ. ആസിഡ് രൂപത്തിൽ പെയ്യുന്ന മഴയാണ്. എല്ലാതരം സസ്യങ്ങൾക്കും മത്സ്യബന്ധനങ്ങളെ ഇത് ഹാനികരമാണ്. കെട്ടിടങ്ങളെ, സ്മാരകങ്ങളെ ഇത് ബാധിക്കും. പിന്നെ ഓസോൺ പാളിയുടെ വിള്ളലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ആഗോള താപനം ഉണ്ടായിരുന്നു. മാനുഷിക പ്രവൃത്തികൾക്കും മറ്റു പ്രകൃതിയുള്ള കാരണങ്ങൾ കൊണ്ട് ഹരിതഗ്രഹവാതം കൊണ്ട് കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രേറ്റ് ഓക്സൈഡ് തുടങ്ങിയവ അന്തരീക്ഷത്തിലെ അളവ് വർദ്ധിപ്പിക്കുന്നു. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ചൂടിന്റെ പ്രതിഫലത്തെ ഈ വാതകങ്ങൾ തടയുകയും ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുണ്ട്. കാലം തോറും മനുഷ്യൻ മൂലം പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം, ആറ്റം ബോംബ് വർഷിക്കുക എന്നിവ മൂലം നിരവധി ജീവിതവും നശിക്കുന്നുണ്ട്. വ്യാവസായിക ഫാക്ടറികളുടെ ലീക്കേജുകളും മാനസിക ദുരിത കാരണമാണ്. ഭോപ്പാൽ ദുരന്ത ഉദാഹരണമാണ്. പിന്നെ രോഗങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും ചുമ, കഫക്കെട്ട്, ആസ്മ, ശ്വാസകോശം, ക്യാൻസർ, കണ്ണ്, ത്വക്ക് രോഗം എന്നിവ കാരണമാണ്. പിന്നെ ജലമലിനീകരണമാണ്. മാനുഷിക പ്രവർത്തനം മൂലം ജലസ്രോതസ്സുകൾ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നഗരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജല ഉറവിടങ്ങളാണ് കൂടുതൽ മലിനമാകുന്നത്. ഫാക്ടറികളിൽ നിന്നും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് നഗരങ്ങളിലെ ജലം മലിനപ്പെടാനുള്ള കാരണങ്ങൾ. ഗ്രാമങ്ങളിലേക്കാകട്ടെ ജലസ്രോതസ്സുകളിൽ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കുക, വസ്ത്രങ്ങൾ നനക്കുക എന്നിവ ജലമലിനീകരണത്തിന് കാരണങ്ങളാണ്. തൈറോയ്ഡ്, മഞ്ഞപ്പിത്തം, വയറിളക്കം, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നത് ജലമലിനീകരണം കാരണമാണ്. ജലത്തിലെ മത്സ്യങ്ങൾ ചത്തുപോകുന്നതും കാരണമാണ്. മനുഷ്യർക്കിടയിൽ അസ്ഥിരോഗങ്ങൾ തുടങ്ങിയ ലൂക്കീമിക്ക, ക്യാൻസർ വരെ ഉണ്ടാകാൻ കാരണമാണ്. ലാസ്റ്റ് ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് ദി എക്കോ ഫ്രണ്ട്ലി ആൻഡ് നോൺ എക്കോ ഫ്രണ്ട്ലി പ്രകൃതി സൗഹാർദ്ദം അല്ലേ? എന്താണ് പ്രകൃതി സൗഹാർദ്ദം എന്താണെന്നുള്ളത് ആദ്യം അറിയാം. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രകൃതി സൗകര്യം. പ്രകൃതിക്ക് ദോഷമല്ലാത്ത സാധനങ്ങൾ വാങ്ങുക, ഉപയോഗിക്കാം. ഇപ്പോൾ ജൈവ സൗഹൃദം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ചെടികൾ, മൃഗങ്ങൾ, മനുഷ്യർ, പരിസ്ഥിതി എന്നിവയോട് ബന്ധം വരുന്ന ഇക്കോളജി എന്ന വാക്കിൽ നിന്നാണ് എക്കോ എന്ന വാക്ക് ഉൾത്തിരിഞ്ഞു വന്നത്. ഉൽപാദനം, ഉപയോഗം, നീക്കം ചെയ്യൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ മൂന്നായി തിരഞ്ഞെടുക്കാം. അതൊന്ന് ഉൽപാദനം, 2 ഉപയോഗം, 3 നീക്കുന്നത്. ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഉൽപാദന രംഗത്ത് ഉൽപാദനം സുരക്ഷിതവും പ്രതിരോധ നടപടി ഉപയോഗിച്ച് ഉൽപാദനം നടത്തുകയും വേസ്റ്റുകൾ വായു മലിനീകരണത്തിനും കാരണമാകുകയും ചെയ്യുന്ന അത്തരം ഉൽപാദനം പ്രകൃതി സൗഹൃദമാണ്. പിന്നെ ഉപയോഗമാണ്. ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിക്ക് ഹാനികരമാകുന്നില്ലെങ്കിൽ അത് പ്രകൃതി സൗഹൃദമാണ്. ഉദാഹരണം പെട്രോൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുക പ്രകൃതിക്ക് ദോഷകരമാകേണ്ടത് പ്രകൃതി സൗഹാർദ്ദമല്ല. പിന്നെ നീക്കം ചെയ്യലാണ്. ഉൽപ്പന്നങ്ങളുടെ പാക്കേജോ അതിൻ്റെ വേസ്റ്റോ നിങ്ങൾ ജീർണിക്കുകയോ അല്ലെങ്കിൽ പുനരുൽപാദനം ചെയ്യാവുന്നതോ ആയിരിക്കണം. പോളിത്തീനുകൾ ഇത്തരം പുനരുൽപാദിപ്പിക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങളാണ്. അതേസമയം പേപ്പർ ബാഗുകൾ പുനരുൽപാദിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഇനി ഏതൊക്കെയാണ് പ്രകൃതി സൗഹൃദവും പ്രകൃതി സൗഹൃദമല്ലാത്ത ഉൽപ്പന്നം? പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലെഡ് പെട്രോൾ വരുന്നുണ്ട്, ജൂട്ട് കോട്ടൺ വരുന്നുണ്ട്, പേപ്പർ ബാഗ് വരുന്നുണ്ട്, സോളാർ അടുപ്പ് വരുന്നുണ്ട്, ബയോഗ്യാസ് വരുന്നുണ്ട്, പുകയില്ലാത്ത അടുപ്പ് വരുന്നുണ്ട്. പ്രകൃതി സൗഹൃദമല്ലാത്തതാണെങ്കിൽ പെട്രോള്, ശുദ്ധീകരിക്കാത്ത മോട്ടോർ ഓയിൽ, സിന്തറ്റിക് വസ്ത്രങ്ങൾ, പോളിത്തീൻ ബാഗുകൾ, പുകയടുപ്പുകൾ, തെർമോകോൾ ഗ്ലാസുകൾ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാം. NSS, SSLC, +2 എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ, അതേപോലെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ നടക്കുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡിക്കൻ്റെ SSLC +2 ഈഗിനോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.